ആത്മവിശ്വാസമാണല്ലോ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതിപ്പോ നരേന്ദ്രമോദിക്കുണ്ട്. ഇവിടെ നികേഷ്, ഇവിടെ പിന്നെ അഡോൾഫ് ഹിറ്റ്ലർ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ 2 ദിവസം മുമ്പ് വരെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളൊക്കെ വിശ്വസിച്ചിരുന്നത് അവർ വിജയിച്ചു കൊണ്ടിരിക്കുന്നു, അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കഴിഞ്ഞ 10 വർഷമായിട്ട് BJPക്ക് ഇന്ത്യയിലെ പല തെരഞ്ഞെടുപ്പുകളിലും മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മുന്നേറ്റമൊക്കെ മുൻനിർത്തിക്കൊണ്ട് KP സരിദാസിനെ പോലുള്ള ആളുകൾ 10,000 പേരും ചക്കി കുത്തും, അമ്മ വെക്കും, ഞാൻ ഉണ്ണും എന്ന മട്ടിൽ ഇതൊക്കെ ഞങ്ങൾ ജയിക്കും എന്ന മട്ടിലൊരു വിശ്വാസം അവരിങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനൊന്നും നമുക്ക് തർക്കവും എതിർപ്പൊന്നുമില്ല, അവർക്ക് അവരുടെ കാര്യമായി പാടായി. പക്ഷെ ഞാൻ വസ്തുതാപരമായിട്ട് നികേഷിനോട് ഒരു കാര്യം ചോദിക്കുകയാണ്. ഇവിടെ ഇന്ത്യ രാജ്യത്ത് കർണാടക, മഹാരാഷ്ട്ര, പിന്നെ ബംഗാൾ, ബീഹാർ, UP, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഹരിയാന, ഡൽഹി, ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഇങ്ങനെ മുഴുവൻ സംസ്ഥാനങ്ങൾ നിങ്ങളെടുത്താൽ അവിടെയൊക്കെ BJPക്ക് NDAക്ക് താഴേക്കാണ് സീറ്റുകൾ വരിക. ഇതൊക്കെ വളരെ കൃത്യമായ ലളിത യുക്തിയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. എവിടെയെങ്കിലും NDAക്ക് സീറ്റുകൾ വർദ്ധിക്കുമെങ്കിൽ അത് വർദ്ധിക്കാൻ പോകുന്നത് ഒരു പക്ഷേ അത് ആന്ധ്രാപ്രദേശിലായിരിക്കും. കാരണം അവിടെ TDP ആയിട്ടും പവൻ കല്യാണമായിട്ടും സഖ്യം ചേർന്ന് BJP മത്സരിക്കുന്നുണ്ട്. അവിടെ ചില സീറ്റുകൾ വർദ്ധിക്കുമെന്ന് BJPക്കാരെ പറഞ്ഞാൽ അതിന് യുക്തിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ തെലങ്കാനയിൽ നിലവിൽ BJPക്ക് 4 സീറ്റാണുള്ളത്. അവിടെ BRS പാടെ തകർന്നടിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഗുണഫലം 3/4 പങ്കും കോൺഗ്രസും ഒരുപടി BJPയും കൊണ്ടുപോകുമ്പോൾ ആ 4 സീറ്റ് ഒരു 5 സീറ്റാവുമെന്ന് BJPക്കാർ പറഞ്ഞാൽ അതിലൊരു പക്ഷേ യുക്തിയുണ്ട് എന്ന് ഞാൻ പറയും. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനത്തിന്റെ വ്യക്തമായ സൂചനകളാണ് നമ്മുടെ ഉള്ളത്. അല്ല, ഒറീസയുണ്ട്, ആസാമുണ്ട്, പല സംസ്ഥാനങ്ങളും ഉണ്ട്. ഒറീസയൊന്നും വിട്ടുകളയുന്ന പ്രശ്നമില്ല. ഒറീസയിലെ ചരിത്രത്തിൽ കണ്ടുപിടിക്കാനെന്നുള്ള നിലയാണ് CKP നൗഷാദ് അലി. അവിടെ ഇപ്പോ BJDയും BJPയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. അല്ല, ഞാൻ ഒറീസയിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഞാൻ കോൺഗ്രസിൻ്റെ മുന്നേറ്റത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ അനാവശ്യമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചില്ലല്ലോ. കോൺഗ്രസ് വളരെ കൃത്യമായിട്ട് കർണാടകയിൽ മുന്നേറും, മഹാരാഷ്ട്രയിൽ മുന്നേറും, ബീഹാറിൽ മുന്നണിയുടെ ഗുണഫലം കോൺഗ്രസിന് കിട്ടും, രാജസ്ഥാനിൽ മുന്നേറും, ഹരിയാനയിൽ മുന്നേറും. അതേപോലെ തന്നെ പിന്നെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസിൻ്റെ ഉണർവും ഉയർച്ചയും ഉണ്ടാകും. തമിഴ്നാട്ടിലും കേരളത്തിലൊക്കെ പ്രകടനം നിലനിർത്തും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടിവരയിട്ട് പറയും. അല്ലാതെ ഒറീസയിൽ മുന്നേറുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പഞ്ചാബ് എന്ന സംസ്ഥാനം എടുത്താൽ അവിടെയൊക്കെ ആദ്യമായിട്ട് മുന്നണി ബന്ധമില്ലാതെയാണ് BJP അതിൻ്റെ ചരിത്രത്തിൽ 1980കളിൽ തൊട്ടുള്ള അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പഞ്ചാബിലൊക്കെ മത്സരിക്കുന്നത്. അവിടെയൊക്കെ അവർ തൂത്തുപറക്കി സൈഡ് ലൈൻ ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. മാത്രമല്ല, കേജ്രിവാളിൻ്റെ കടന്നുവരവ് അത് അവിടങ്ങളൊക്കെ വലിയ മുന്നേറ്റമുണ്ടാക്കുന്നുണ്ട്. സോറന് ജാമ്യം നിഷേധിച്ചത് അത് ആ സംസ്ഥാനത്ത് പവാറിനെയും ഉദ്ധവനെയും സൈഡ് ലൈൻ ചെയ്ത് ചിഹ്നവും കൊടിയും പേരും ഒക്കെ കവർന്നെടുത്ത് കൊണ്ടുപോയത് പിന്നെ മഹാരാഷ്ട്രയിൽ ഒക്കെ വലിയ ചലനങ്ങളും മുന്നേറ്റവും ഉണ്ടാക്കും. നിതീഷ് കുമാറിൻ്റെ അവസരവാദ നയങ്ങളും തേജസ്വിയുടെ ഉയർച്ചയും വളർച്ചയും ഒക്കെ അവിടെ ദൃശ്യമാണ്. ഇവിടെ ബീഹാറിൽ അതുപോലെ തന്നെ UPയെ സംബന്ധിച്ചിടത്തോളം അവിടെ അഖിലേഷ് യാദവ് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട്. പല ജനവിഭാഗങ്ങളും BJPക്ക് എതിരാണ്. കാരണം എല്ലാ കാലത്തും മനുഷ്യരെ വർഗീയമായിട്ട് ധ്രുവീകരിച്ച് പല തട്ടുകളിലായിട്ട് നിർത്താൻ കഴിയില്ല. ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട്. പട്ടിണി, ദാരിദ്ര്യം, കുടിവെള്ളമില്ലായ്മ, പിന്നെ തൊഴിലില്ലായ്മ, പാർപ്പിടമില്ലായ്മ, ഇതൊക്കെ വലിയ വിഷയങ്ങളാണ് നികേഷ്. എല്ലാ കാലത്തും ഇവർക്ക് വൈകാരികത ഉയർത്തി ജയിക്കാൻ കഴിയുമോ? ആളുകളെ എല്ലാ കാലത്തും ഒരുപോലെ പൊട്ടന്മാരാക്കാൻ ആർക്കും സാധ്യമല്ല. അത് ജനാധിപത്യത്തിൻ്റെ ഒരു കരുത്താണ്. അത് ഇത്തവണ പ്രകടമാകും. പിന്നെ